ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളൊപ്പമായിരിക്കുന്നത്. എത്രയോ നന്മകൾ ഈ നാളുകളിൽ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. നമ്മുടെ ചിന്തകൾക്കപ്പുറമായി വിശ്വസ്തയോടെ കർത്താവ് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ കർത്താവ് ചെയ്യുന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 16-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ രഹസ്യം നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. എത്ര മനോഹരമായ വചനമാണിത്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് എന്ന് ദാവീദ് പറയുമ്പോൾ ദാവീദിൻ്റെ നോട്ടം ആരിലായിരുന്നു? ദാവീദിൻ്റെ കണ്ണ് ആരിൽ മാത്രമായിരുന്നു? ദൈവമായ കർത്താവിലായിരുന്നു. അവൻ്റെ നോട്ടം മാറിയില്ല. കർത്താവിൻ്റെ തിരുമുഖത്ത് ദാവീദ് കണ്ണുറപ്പിക്കുകയാണ്. ഈ തീരുമാനമായിരുന്നു ദാവീദിന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ രഹസ്യം. തന്റെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെട്ട വിവിധങ്ങളായ ആത്മീയ നന്മകളുടെ രഹസ്യം ഇതാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ കണ്ണുറപ്പിക്കാതെ നമ്മെ വിളിച്ചവനായ, നമ്മുടെ നിത്യജീവനായ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഈ വിശ്വാസയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളെ, നമ്മളിന്ന് ഒരുപാട് പേര് കഷ്ടതയിലാണ്. പല വിധത്തിലുള്ള ദുരിതങ്ങൾ, ഞെരുക്കങ്ങൾ, നൊമ്പരങ്ങളെല്ലാം നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഇതെല്ലാം നമ്മെ അറിയുന്നവനായ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വളരെ വലിയ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ അല്പസമയം കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ പോവാണ്. നമ്മുടെ യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ സകല സ്തുതികൾക്കും അർഹനാണ്. ഈ വലിയ തിരിച്ചറിവോടെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മേൽ ഈ സമയം ദൈവശക്തി വ്യാപരിക്കുവാൻ, ദൈവകൃപയുടെ സമൃദ്ധിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അങ്ങയുടെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ശക്തിയോടെ വരണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് വലിയ ആനന്ദത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൂടെയുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. ഈ ജീവിതത്തിന്റെ അർത്ഥവും ആനന്ദവും അനുഭവിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കണം. നമ്മൾ തളർന്ന് വേദനിച്ച് മടുപ്പോടുകൂടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ആനന്ദത്തിന്റെ ജീവിതമാണ്. നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവിന്റെ കരം പിടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു.
എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പോടെ അങ്ങ് പാടി പ്രാർത്ഥിച്ചേ. ഒരിക്കൽ കൂടെ. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. മറ്റൊരു ലക്ഷ്യം നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. കർത്താവിനെ മാത്രം ആഗ്രഹിക്കുക. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്ന കർത്താദികർത്തനെ പിന്തുടർന്നിടും. ആമേൻ. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. ഈശോയെ, കർത്താവിനെ ഹിതകരമല്ലാത്ത എല്ലാം വിട്ടുകളയാൻ തീരുമാനമെടുത്ത് ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. ഉറച്ച തീരുമാനത്തോടെ ഞെറ്റുപറഞ്ഞ് കർത്താവുമായി യാത്ര ചെയ്യും. ഈശോയെ, രാജാവേ, കർത്താവിന്റെ കരം പിടിച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് അതരം തുറന്ന് ഒരു മനസ്സോടെ ഇടിമുഴക്ക ശക്തിയോടെ ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നാമത്തിൽ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന കർത്താവേ, കൃപയുടെ കരങ്ങൾ നീട്ടിത്തരണമേ. ഈ വിശ്വാസ ജീവിതം കർത്താവേ, അവിടുത്തെ കരം പിടിച്ച് അങ്ങോട്ട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ ചതികളെ തിരിച്ചറിഞ്ഞ് കർത്താവേ, അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ട് മുന്നേറുവാനുള്ള ആത്മശക്തിയ ഞങ്ങളേവരെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, ആവശ്യങ്ങളിലേക്ക് വരണമേ. ദൈവശക്തിയാൽ ഞങ്ങളെ പൂരിതമാക്കണമേ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിന്റെ അഭിഷേകമായി ഞങ്ങളിൽ നിറയുക പരിശുദ്ധാത്മാവേ, നിറയുക പരിശുദ്ധാത്മാവേ. കർത്താവിന്റെ വചനമേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ കൃപയായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുക, ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുക. വളരെ പ്രാധാന്യതയുള്ള സന്ദേശമാണ് കർത്താവിൻ്റെ ആത്മാവ് നമുക്കായി ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനം എപ്രകാരമാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന് തിരുവചനത്തിൻ്റെ മർമ്മങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മളാരും ഈ ലോകം കണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മുടെ നിത്യമായ ഭവനം, നമ്മുടെ ശാശ്വത ഭവനം സ്വർഗത്തിലാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും സ്വർഗം കണ്ട് ജീവിക്കുവാൻ, സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം
1ഉം 2ഉം തിരുവചനങ്ങൾ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ഈ തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ മനോഭാവങ്ങളെല്ലാം ഉന്നതത്തിലുള്ളവയെ കുറിച്ചായിരിക്കണം. നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. നിങ്ങൾ ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധയോടെ കണ്ട് ജീവിക്കണം. നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മളോട് ചോദിക്കണം, ഇന്ന് നമ്മൾ എന്ത് കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം എന്താണ്? ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ. അതിനർത്ഥം ഈ ലോകത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ട എന്നല്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഓടി ഒളിക്കുവാനല്ല. ദൈവം നമ്മൾ വിശ്വസ്തയോടെ വരമേൽപ്പിച്ച പലവിധത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഈ ലോക ജീവിതത്തിലുണ്ട്. ഇതെല്ലാം വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ ഹൃദയവും മനസ്സെല്ലാം നമ്മൾ ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളിൽ മാത്രം ഉറപ്പിക്കരുത്. മറിച്ച് ഇതിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്, നിത്യമായ ജീവിതം. ഈ ജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഉന്നതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക, ഉന്നതത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മളിവിടെ ലൗകികമായും ജഡീകമായും മാത്രം ജീവിക്കേണ്ടവരല്ല. നമ്മൾ ആത്മീയരാണ്, നമ്മൾ കർത്താവിനുള്ളവരാണ്, നമ്മൾ കർത്താവിൻ്റെ അവകാശമാണ്. ഈ ഒരു തിരിച്ചറിവോടെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയണം. എബ്രായ പുസ്തകം 12-ാം അധ്യായം 1-2 വചനങ്ങളിൽ വളരെ മനോഹരമായ വചനമാണത്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നീക്കിക്കളഞ്ഞ് നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. 2-ാം വചനത്തിൽ പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടുവാൻ. ഈ ലോകത്ത് നമുക്ക് ഞെരുക്കങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, എന്തു തന്നെയാവട്ടെ. നമുക്ക് മുന്നമേ ഈ വിശ്വാസ ജീവിതം പൂർത്തീകരിച്ച വലിയ സാക്ഷികളുടെ സമൂഹത്തെ കർത്താവ് നമുക്ക് ചുറ്റും നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ. ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആരും തനിച്ചല്ല. കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ വിശ്വാസ ജീവിതം പൂർത്തീകരിച്ച അനേകം വിശുദ്ധാത്മാക്കൾ നമുക്ക് ചുറ്റും സാക്ഷികളായി നിൽപ്പുണ്ട്. നമ്മൾ കടന്നുപോയതിനേക്കാളും വലിയ വേദനകളിലൂടെ, കഷ്ടതകളിലൂടെ, ദുഃഖാനുഭവങ്ങളിലൂടെ പോയവരാണ് അവരെല്ലാം. അവർക്ക് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവർക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഈ ലോകം കണ്ട് ജീവിക്കരുത്, നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല, നിങ്ങൾ വെറും ഭൗമികരായി ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിതത്തെ ഒഴുക്കിക്കളയരുത്. നിങ്ങൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തണം, നിങ്ങൾ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കണം, നിങ്ങൾ കർത്താവിനെ ശരണപ്പെടണം, നിങ്ങൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഐക്യപ്പെടണം. ഈ സാക്ഷികൾക്ക് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ. 2-ാം വചനം നമ്മൾ കണ്ടു,
നമ്മുടെ കണ്ണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവിലാണ്. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലല്ല, ഈ ലോകത്തിൻ്റെ നിറങ്ങളിലും വർണ്ണങ്ങളിലുമല്ല, ഈ ലോകം തരുന്ന നശ്വരമായ സുഖഭോഗങ്ങളിലല്ല നമ്മൾ കണ്ണുറപ്പിക്കേണ്ടത്. അത് നമ്മെ നിത്യനാശത്തിലെത്തിക്കും. നമ്മൾ കണ്ണുറപ്പിക്കേണ്ടത് വിശ്വസ്തനായ കർത്താവിൻ്റെ തിരുമുഖത്തായിരിക്കണം. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമയമാണിത് പ്രിയപ്പെട്ടവരെ. കാലം അതിന് അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം അത് കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് വരുന്നു. നമ്മൾ എന്തുമാത്രം ഒരുക്കത്തോടെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി നിത്യതയിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിക്കേണ്ട നാളുകളാണത്. അപ്പോസ്തലനായ പൗലോസ് ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റോമക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 1-ാം വചനത്തിലാണ്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ജനം എപ്രകാരമാണ് ജീവിക്കേണ്ടത്? കർത്താവിനോട് ഐക്യപ്പെട്ട് കർത്താവുമായിട്ടുള്ള വിട്ടുപിരിയാത്തൊരു ബന്ധത്തിൽ നമ്മൾ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ വചനമാണ്. ദൈവമായ കർത്താവ് നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹാമിനെ വിളിക്കുകയാണ്. അബ്രാഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, കൽദായരുടെ നാടായ ഊരിൽ നിന്ന് നീ കാനാൻ ദേശത്തേക്ക് പോവുക. കർത്താവിൻ്റെ ശബ്ദം കേട്ട് അബ്രഹാം യാത്ര പുറപ്പെടുകയാണ്. അബ്രഹാമിൻ്റെ അപ്പനായ തേരഹ്, അബ്രഹാമിൻ്റെ ഭാര്യ സാറ, വേലക്കാര്, ഇതെല്ലാം കൂട്ടി അവര് കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുകയാണ്. അബ്രഹാമിൻ്റെ അപ്പൻ തേരഹാണ് യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 7-2 കാണുന്നുണ്ട്. മഹത്വപൂർണനായ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മഹത്വം കാണിച്ചു കൊടുത്ത് ഈ വിളി അബ്രഹാമിന് നൽകുന്നത്. എന്നാൽ ഈ യാത്രയ്ക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞു? കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടവരെ ഹാരാനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കൂടാരമടിച്ച് വാസമുറപ്പിക്കുകയാണ്. ഇതിന് കാരണം തേരഹായിരുന്നു. ഹാരാന്റെ പ്രത്യേകത നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, നല്ല പുൽത്തകിടികൾ, ആടുമാടുകൾക്ക് മേയുവാൻ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലമില്ലായിരുന്നു. നല്ല സുന്ദരമായ സ്ഥലം, ജീവിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം. തേരഹ അത് തെരഞ്ഞെടുത്ത് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം, കാനാനിലേക്ക് പിന്നെ പോകാം, നമുക്ക് ഈ ഹാരാനിൽ അങ്ങ് താമസിക്കാം. കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചവര് യാത്രയുടെ മധ്യേ ലക്ഷ്യം മാറിപ്പോവുകയാണ്, ഇവിടെ ഫോക്കസ് മാറുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ ലോക ജീവിതത്തിനായി മാത്രം വിളിക്കപ്പെട്ടവരല്ല. ഈ ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമുക്കുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇത് നിത്യസത്യമാണ്. ഈ വിശ്വാസ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തേരഹിന് പറ്റിയതുപോലെ നമുക്ക് സംഭവിക്കരുത്. ലക്ഷ്യം മാറിപ്പോകരുത്, ഫോക്കസ് മാറരുത്. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളും കണ്ട് ഈ ലോകം തരുന്ന നൈമിഷികമായ സന്തോഷങ്ങളും നേട്ടങ്ങളും അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ കാനാൻ ദേശമായ സ്വർഗത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് കൃത്യമായ മുന്നറിയിപ്പ് തരികയാണ്. ഹാരാന്റെ പച്ചപ്പിൽ തേരഹന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. തങ്ങൾ എന്തിനാണോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, തങ്ങളുടെ വിളി എന്താണ്, തങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, ഇതെല്ലാം മറന്നുപോയി. ഈ ഒരു അപകടം പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നില്ലേ? പലപ്പോഴും നല്ല ഉദ്ദേശത്തോടു കൂടിയ നമ്മൾ പലതും ചെയ്യാൻ പുറപ്പെടുന്നത്, നല്ല ആഗ്രഹത്തോടു കൂടിയ നമ്മൾ പലതും ചെയ്യുവാനായി ആരംഭിക്കുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നു, നമ്മുടെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുന്നു. പലപ്പോഴും അവിടുത്തെ സെറ്റപ്പുകളിൽ നമ്മളങ്ങ് ലോക്കായി പോയിട്ട് നമ്മളും ലക്ഷ്യം മാറി നാശത്തിലേക്ക് പോവുകയാണ്. എത്രയെത്രയോ ജീവിതങ്ങളെ ഈ നാളുകളിൽ കാണാൻ പറ്റും. എൻ്റെ ശുശ്രൂഷ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നല്ല തുടക്കം തുടങ്ങിയവരായിരുന്നു, നല്ല ഉദ്ദേശശുദ്ധിയോടെ അവർ മുന്നോട്ട് വന്നവരായിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ അവരങ്ങ് തിരിയാൻ തുടങ്ങി. അവിടെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെട്ടു, അവിടെ ഫോക്കസ് മാറി, അവിടെ ആറ്റിറ്റ്യൂഡ് മാറി. പലരും അവരെ
തിന്മ ചെയ്യാനും പാപം ചെയ്യാനും ലോകത്തിന് സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് പിന്നെ വ്യഗ്രത കൂട്ടുകയാണ്. തേരകന് പറ്റിയതും ഇത് തന്നെയാണ്. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. ഈ അപകടത്തിൽ നമ്മൾ ചെന്ന് ചാടരുത്. രണ്ടാമത്തൊരു കാര്യം നമുക്ക് സംഖ്യാപുസ്തകത്തിൽ കാണാൻ പറ്റും. ദൈവമായ കർത്താവ് മോശപ്രവാചകനോട് പറഞ്ഞു, എൻ്റെ ജനത്തെ നീ വാഗ്ദാന ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് നയിക്കണം. പുറപ്പാട് പുസ്തകം 33:3 നമുക്കത് കാണാം. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുക. കർത്താവിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും സ്വീകരിച്ച് മോശപ്രവാചകൻ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക്, കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പിന്നെ നാളുകൾ കഴിഞ്ഞു. സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായം 1-ാം വചനത്തിലെ റൂബന്റെയും ഗാദിന്റെയും സന്താനങ്ങൾക്ക് വളരെയേറെ ആടുമാടുകളുണ്ടായിരുന്നു. ഒരുപാട് മൃഗസമ്പത്ത് അവർക്കുണ്ടായിരുന്നു. യാസേർ, ഗിലയാദ് എന്ന പ്രദേശങ്ങൾ നല്ല പച്ചപ്പുള്ള, നല്ല പുല്ലിങ്ങനെ തഴച്ച് വളരുന്ന മനോഹരമായ സ്ഥലമായിരുന്നു. ഉടനെ ഇവർ പറഞ്ഞു, നമുക്കിവിടെ കൂടാം. എന്തിനീ കാനാൻ ദേശത്തേക്ക് പോകുന്നത്? പാലും തേനൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് വളരെ മനോഹരമായ സ്ഥലമാണ്, നമുക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലം. എത്ര സുന്ദരമാണ് ഈ സ്ഥലം. നമ്മുടെ മൃഗങ്ങൾക്കൊക്കെ നന്നായി പുല്ല് തന്ന് അതൊക്കെ തടിച്ചു കൊഴുത്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇവിടെ. 3-ാം വചനത്തിൽ പറയാണ്, മോശപ്രവാചകനോട് അവർ വിളിച്ചു പറയുകയാണ്, പ്രവാചക, ഞങ്ങൾ എവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ഞങ്ങൾ ജോർദാന്റെ മറുകരയിലേക്ക് അങ്ങ് വിടരുത്. ഞങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം വേണ്ട. ഞങ്ങൾക്ക് ആ വാഗ്ദാന നാട് വേണ്ട. ഞങ്ങൾക്ക് ഈ പ്രദേശം ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഈ ആടുമാടുകളൊക്കെ ഇവിടെ വസിച്ചു കൊള്ളാം. ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ഇവരെവിടേക്കാ യാത്ര തിരിച്ചവരാ? ഇവരുടെ വിളി എന്തായിരുന്നു? ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമായിരുന്നു, വാഗ്ദത്ത ദേശമായിരുന്നു. അവർ വാഗ്ദാനത്തിന്റെ ജനതയായിരുന്നു. എന്നാൽ ഈ സത്യം മറന്നുപോയിട്ട് ഗിലയാദ്, യാസർ എന്ന് പറയുന്ന ആ ദേശങ്ങളിലെ പച്ചപ്പ് കണ്ട്, അവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് ഇവരുടെ ഹൃദയം ആകൃഷ്ടമായി. ഇപ്രകാരം തന്നെയാണ് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാളുകളിൽ പിശാച് നമ്മുടെ ഹൃദയങ്ങളെ വശീകരിക്കുന്നത്. പാപപ്രലോഭനങ്ങളിലേക്ക്, വഴിവിട്ട ലൈംഗികമായ അരാജകത്വങ്ങളിലേക്ക്, മ്ലേച്ഛതകളിലേക്ക്, അവിഹിത ബന്ധങ്ങളിലേക്ക്, ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിലേക്ക് പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ പിശാച് ഇപ്രകാരം വശീകരിക്കും. ഇതിന്റെ വശ്യത കാണിച്ചുകൊണ്ട് ലോകം തരുന്ന നൈമിഷികമായ സുഖത്തിന്റെ ആ സന്തോഷം കാണിച്ചുകൊണ്ട് അതിൻ്റെ പച്ചപ്പും അതിൻ്റെ സമൃദ്ധിയൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്പമായി ഇട്ട് തന്നുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മെ സാത്താൻ ഈ കെണിയിൽപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്താൻ, നമ്മുടെ സ്വർഗത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ ആത്മരക്ഷയെ നശിപ്പിക്കാൻ വേണ്ടി. ഇവിടെയാണ് പ്രിയ ദൈവമക്കളെ നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരാകേണ്ടത്. പിശാചിന്റെ ചതി തിരിച്ചറിയാനുള്ള കർത്താവിന്റെ ജ്ഞാനം നമുക്കുണ്ടാകണം. ഈ റൂബന്റെയും ഗാദിന്റെയും സന്താനങ്ങൾക്ക് എന്താ പറ്റിയത്? അവരിവിടെ കൂടാരമടിക്കേണ്ടവരാണോ? ഇവിടെ താമസിക്കാൻ വിളിക്കപ്പെട്ടവരാണോ? വാഗ്ദാന ദേശത്തേക്ക് ചെല്ലേണ്ടവരാ. അവര് പറയാണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾക്ക് വാഗ്ദാന ദേശം വേണ്ട, ഞങ്ങൾക്ക് ഈ ദേശം ഇഷ്ടപ്പെട്ടു, ഇത് നല്ല സെറ്റപ്പാ, ഇവിടെ ആയാൽ മതി. ഇതുപോലെ എത്രയെത്രയോ ജീവിതങ്ങളെ പിശാച് ഇന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈയാമ്പാറ്റകളെ പോലെ നാശത്തിലേക്ക് പോകുന്ന എത്രയോ ആത്മാക്കള് ഈ കാലഘട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസയാത്രയിൽ ലക്ഷ്യം തെറ്റരുത്. കർത്താവിന്റെ ആത്മാവ് വ്യക്തമായി നമുക്ക് ആലോചന തരികയാണ്. ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിച്ച് ജീവിക്കണം. കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ തയ്യാറാകണം. ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കുമെന്ന് നമ്മളെല്ലാം വളരെ ഗൗരവത്തോടെ ചിന്തിച്ച് ജീവിക്കണം. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, തിമോത്തിയോസ് 2-ാം ലേഖനത്തിലാണ്, 4-ാം അധ്യായം 10-ാം വചനത്തിലാണ്. അവിടെ എന്താണ് പൗലോസിനെ സാക്ഷ്യപ്പെടുത്തുന്നത്? ദേമസ് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകൻ വിശുദ്ധ പൗലോസിനുണ്ടായിരുന്നു.
ആദ്യ നാളുകളിൽ നല്ല സമർപ്പണമുള്ളവനായിരുന്നു, നല്ല അഭിഷേകമുള്ളവൻ, കർത്താവിനോടും സഭയോടും ഒത്തിരിയേറെ സ്നേഹവും കരുതലുമുള്ള വ്യക്തി. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ദേമസിന്റെ ഫോക്കസ് മാറി, ദേമസിന്റെ ലക്ഷ്യം മാറി. അവനെ പിശാച് വശീകരിക്കാൻ തുടങ്ങി. അവൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ചിന്തകള്, അവൻ്റെ ഹൃദയത്തിൽ പല പാപത്തിൻ്റെ കളകള് പിശാച് വിതയ്ക്കാൻ തുടങ്ങി. പൗലോസ്ലീഹ കണ്ണുനീരോടുകൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമസ് എന്നെ വിട്ടുപോയി. അവന്റെ വിളി അവൻ നശിപ്പിച്ചു. കർത്താവ് കൊടുത്ത തെരഞ്ഞെടുപ്പ് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവൻ നഷ്ടപ്പെട്ടൊരു കൂട്ടത്തിലായി. അവൻ എന്നെ വിട്ടുപോയി, അവൻ കർത്താവിനെ വിട്ടുപോയി. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിശാചിന്റെ വശീകരണ സ്വാധീനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് കർത്താവിന്റെ കരം പിടിച്ച് നമ്മൾ പാടിയില്ലേ, ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താവി കർത്തനെ പിന്തുടർന്നിടും. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാലും കർത്താവി കർത്തനെ പിന്തുടർന്നിടും. ആമേൻ, ആമേൻ, ആമേൻ. ഒരു ആഴമേറിയ സമർപ്പണം നമുക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. ലക്ഷ്യം മാറരുത്, നമ്മുടെ പ്രയോറിറ്റി നീങ്ങിപ്പോകരുത്. നമ്മുടെ സുപ്രീം പ്രയോറിറ്റി നമ്മുടെ കർത്താവാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗോന്മുഖമായി ജീവിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം വിശ്വസ്തയോടെ നമുക്ക് ഓടിത്തീർക്കാം. അതിനായി നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. വ്യക്തിപരമായ നിങ്ങളുടെ നിയോഗങ്ങളെയും നമ്മുടെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ